ഒരുപാട് പേര് സംശയമായി ചോദിക്കുന്നതാണ്, ഒറ്റയ്ക്കാണോ കേക്ക് ചെയ്യുന്നത്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ, കൂടുതൽ ഓർഡറുകൾ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യുമെന്നൊക്കെ. വരുന്ന ഓർഡറുകളൊക്കെ കഴിവതും വിടാതെ തന്നെ എടുത്ത് ചെയ്ത് കൊടുക്കാറുണ്ട്. ഹെൽപ്പ് ചെയ്യാനായിട്ട് വീട്ടിൽ മക്കളും കാക്കും എല്ലാം ഒത്തുകൂടും. അതുപോലൊക്കെ ആദ്യമൊക്കെ കേക്ക് ചെയ്യുമ്പോഴത്തേക്കും കേക്ക് പഠിച്ചിട്ടുണ്ടോ എങ്കിലും നമ്മൾ ഐസിങ്ങും പെർഫെക്ഷനും ഒന്നും പഠിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കാൻ മാത്രമാണ് പഠിച്ചു വന്നത്. ബാക്കിയെല്ലാം നമ്മളുടെ പ്രാക്ടീസിലൂടെയാണ് പഠിക്കുന്നത്. ആദ്യമൊക്കെ എനിക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു തന്നിരുന്നത് ഹസ്ബൻഡാണ്. കാക്കുവിന് കേക്ക് ഉണ്ടാക്കാനും അതിന് ടേസ്റ്റ് കൊടുക്കാനും ഒന്നും അറിയില്ല. നമ്മൾ ട്രെം കോട്ട് ചെയ്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പെർഫെക്റ്റ് ഐസിങ് ചെയ്തു തരുന്നത് കാക്കുവായിരുന്നു. ആദ്യമൊക്കെ ഞാനും കേക്കുമായിട്ടുള്ള യുദ്ധം നടക്കുന്നതിൻ്റെ ഫലമായി കുറച്ച് നേരം നോക്കി നിൽക്കും. അതിനുശേഷം ഇനി കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് മേടിച്ച് കറക്റ്റായിട്ട് ഐസ് ചെയ്തെടുക്കുമായിരുന്നു. കേക്ക് ബിസിനസ്സിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു കാക്കുവിൻ്റെ ഭാഗത്തു നിന്നും. നമ്മൾ എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും നമ്മളുടെ അടുത്ത് നല്ലൊരു ബാക്ക് സപ്പോർട്ടായിട്ട് നല്ലൊരു ബാക്ക് ബോണായിട്ട് ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും വിജയിക്കുക തന്നെ ചെയ്യും. ഐസിങ്ങിൽ ഞാൻ ഒരുവിധം ഓക്കെ ആകുന്നിടം വരെ എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാണെങ്കിൽ കുറച്ച് തിരക്കൊക്കെ ആണെങ്കിൽ മാത്രമേ ഐസിങ് ചെയ്യാനായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് കേക്കിന് ഓർഡർ തന്നിരുന്നത് ആശാരി കണ്ടത്തു നിന്നും മൻസൂറ കച്ചി ആയിരുന്നു. 1 kg വെയിറ്റ് വരുന്നൊരു ബ്ലൂബെറി കേക്ക് വേണം, അത് സ്പൈഡർമാൻ തീമിലായിരിക്കണം. റഫറൻസ് പിക്ക് കൂടി അയച്ചു തന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചെയ്തു കൊടുത്തു. അവർക്കെല്ലാം കേക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞൊരു ഫീഡ്ബാക്ക് അയച്ചു തന്നു.